ക്രിസ്മസിന് പ്രഖ്യാപിച്ച സ്പെഷ്യൽ ട്രെയിനിലെ AC ക്ലാസുകളിലെ ടിക്കറ്റുകൾ തീർന്നു. ക്രിസ്മസ് പുതുവത്സര സ്പെഷ്യലായി കുർള LTTയിൽ നിന്നുള്ള കൊച്ചുവേളിയിലേക്ക് പ്രഖ്യാപിച്ച പ്രതിവാര സ്പെഷ്യൽ ട്രെയിനിൽ ഈ മാസം 19-നുള്ള സർവീസിലെ AC ടിക്കറ്റുകളാണ് തീർന്നത്. അതേസമയം സ്ലീപ്പർ ക്ലാസ്സിൽ 190 ടിക്കറ്റുണ്ട്. തേർഡ് ACയിൽ RAC 13 വൈകിട്ടത്തെ നില. സെക്കൻഡ് ACയിൽ വെയിറ്റിംഗ് ലിസ്റ്റ് 8. അതേസമയം ശേഷിക്കുന്ന 3 ട്രിപ്പുകളിലും എല്ലാ ക്ലാസുകളിലും ടിക്കറ്റുണ്ട്. ഈ മാസം 19, 26, ജനുവരി 2, 9 തീയതികളിൽ വ്യാഴാഴ്ചകളാണ് LTTയിൽ നിന്നുള്ള സർവീസ്. വൈകിട്ട് 4-ന് പുറപ്പെടുന്ന ട്രെയിൻ പിറ്റേന്ന് രാത്രി 10:45-ന് കൊച്ചുവേളിയിലെത്തും. ഈ മാസം 21, 28, ജനുവരി 4, 11 തീയതികളിൽ ശനിയാഴ്ചകളിലാണ് കൊച്ചുവേളിയിൽ നിന്ന് LTTയിലേക്കുള്ള സർവീസ്. വൈകിട്ട് 4:20-ന് പുറപ്പെടുന്ന ട്രെയിൻ 3-ാം ദിവസം പുലർച്ചെ 12:45-ന് LTTയിലെത്തും. താനെ, പൻവേൽ, പെൺ, റോഹ, ഖേൾ, ചിപ്ലു, സംഗമേശ്വർ, രത്നാഗിരി, കങ്കാവലി, സിന്ധുദുർ, ഖുഡാൻ, സാവന്ത്വാടി എന്നിവിടങ്ങളിലാണ് മഹാരാഷ്ട്രയിലെ സ്റ്റോപ്പുകൾ. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, തിരൂർ, ഷൊർണൂർ, തൃശൂർ, എറണാകുളം ടൗൺ, കോട്ടയം, തിരുവല്ല, ചെങ്ങന്നൂർ, മാവേലിക്കര, കായംകുളം, കൊല്ലം, കൊച്ചുവേളി എന്നിവിടങ്ങളിലാണ് കേരളത്തിലെ സ്റ്റോപ്പുകൾ. അതിനിടെ നാളുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നു. 2025 ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിലാണ് രാജ്യത്തെ ആദ്യത്തെ വന്ദേഭാരത് ട്രെയിൻ ഓടിത്തുടങ്ങുകയെന്നാണ് റിപ്പോർട്ടുകൾ. ദീർഘദൂര യാത്രയ്ക്ക് ലോകോത്തര നിലവാരത്തിലുള്ള യാത്ര വാഗ്ദാനം ചെയ്യുന്നതാണ് ഇന്ത്യൻ റെയിൽവേയുടെ വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ. വന്ദേഭാരതിന്റെ പുതിയ പതിപ്പായ സ്ലീപ്പർ ട്രെയിൻ എന്ന് പുറത്തിറങ്ങുമെന്നറിയാനുള്ള കാത്തിരിപ്പിലായിരുന്നു യാത്രക്കാർ. വന്ദേഭാരത് സ്ലീപ്പറുകളുടെ റൂട്ടും പ്രത്യേകതയും അറിയാം. ആദ്യത്തെ വന്ദേഭാരത് സ്ലീപ്പർ ന്യൂഡൽഹിയിൽ നിന്ന് ശ്രീനഗറിലേക്കാകും ഓടിത്തുടങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഡൽഹിയിൽ നിന്ന് രാത്രി 7-ന് പുറപ്പെട്ട് പിറ്റേന്ന് രാവിലെ 8-ന് ശ്രീനഗറിലെത്തുന്ന രീതിയിലാണ് സർവീസ് പരിഗണിക്കുന്നത്. രാജധാനി ട്രെയിനുകളേക്കാൾ സൗകര്യങ്ങളുമായാണ് വന്ദേഭാരത് സ്ലീപ്പർ തയ്യാറാക്കിയത്. 16 സർവീസുകൾ, ഏറ്റുമാനൂർ ഉൾപ്പെടെ നിരവധി സ്റ്റോപ്പുകൾ, കേരളത്തിന് 4 സ്പെഷ്യൽ ട്രെയിൻ കൂടി എത്തുന്നുണ്ട്. എന്നാൽ ന്യൂഡൽഹിയിൽ നിന്ന് ശ്രീനഗറിലേക്കുള്ള വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിന് 800 കിലോമീറ്ററിലധികം ദൂരമാണ് സഞ്ചരിക്കാനുള്ളത്. 13 മണിക്കൂറിൽ താഴെ സമയം കൊണ്ട് വന്ദേഭാരത് സ്ലീപ്പർ ലക്ഷ്യസ്ഥാനത്തെത്തും. നിലവിൽ ഡൽഹിയിൽ നിന്ന് ശ്രീനഗറിലേക്ക് നേരിട്ട് ട്രെയിൻ സർവീസുകളൊന്നുമില്ല. സ്ലീപ്പർ ട്രെയിൻ വരുന്നതോടെ കശ്മീർ താഴ്വരയിൽ നിന്ന് ഡൽഹിയിലേക്ക് നേരിട്ട് ട്രെയിൻ കണക്ടിവിറ്റിയും ആകും. 16 സ്ലീപ്പർ കോച്ചുകളാണ് പുതിയ വന്ദേഭാരതിനുള്ളത്. AC 3 ടയർ, 2 ടയർ, ഫസ്റ്റ് AC കോച്ചുകളിലായി 823 പേർക്ക് യാത്ര ചെയ്യാൻ കഴിയും. 3A ക്ലാസിന് 2000 രൂപയും 2A ക്ലാസിന് 2500, 1Aക്ക് 3000 എന്നിങ്ങനെയാകും ടിക്കറ്റ് നിരക്ക്. ലക്നൌവിലെ RDSOയിലെ പരിശോധനകൾക്ക് ശേഷം വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിൻ റേ കമ്മീഷനിംഗ് മുന്നോടിയായുള്ള നടപടികൾക്കായി ചെന്നൈ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലേക്ക് എത്തിക്കും. ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് ആണ് വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിൻ നിർമ്മിച്ചത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ് കമ്പാർട്ട്മെന്റുകൾ നിർമ്മിച്ചത്. യാത്രക്കാർ കിടന്നുറങ്ങുന്ന യാത്രയായതിനാൽ തന്നെ വലിയ കുലുക്കം ഒഴിവാക്കാനും സുരക്ഷയ്ക്കുമായി ബഫറുകളും കംപ്ലറുകളും അടക്കം യാത്ര സുഖകരമാക്കുന്ന തരത്തിലാണ് നിർമ്മാണം. വന്ദേഭാരത് എക്സ്പ്രസുകളിലെ സൗകര്യങ്ങൾക്ക് പുറമെ ദീർഘദൂര യാത്രക്കാർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളോടെയുമാണ് BEML വന്ദേഭാരത് സ്ലീപ്പറുകൾ നിർമ്മിക്കുന്നത്. യാത്രക്കാർക്ക് വായിക്കാനുള്ള ലൈറ്റിംഗ്, കവച് സംവിധാനം, ലോക്കോ പൈലറ്റ് ക്യാബിനുമായുള്ള എമർജൻസി ടോക്ക് ബാഗ് യൂണിറ്റ്, ബയോ വാക്യൂം ടോയ്ലറ്റ്, കുളിക്കാൻ ചൂടുവെള്ളം, CCTV, പാസഞ്ചർ അനൗൺസ്മെന്റ് സംവിധാനം എന്നിവയും ഇതിലുണ്ട്. ഉധംപൂർ, ശ്രീനഗർ, ബാരാമുള്ള റെയിൽ ലിങ്കിൽ 3.2 കിലോമീറ്റർ നീളമുള്ള ടണൽ റെയിൽവേ ട്രാക്കിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുമുണ്ട്. USBL പ്രോജക്ട് പൂർത്തിയായാൽ ശ്രീനഗറിലേക്ക് വന്ദേഭാരത് സ്ലീപ്പർ ഓടിത്തുടങ്ങുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ചെയർകാർ കോച്ചുകളുള്ള 136 വന്ദേഭാരത് ട്രെയിനുകൾക്ക് പിന്നാലെയാണ് സ്ലീപ്പർ ട്രെയിൻ ട്രാക്കിലേക്ക് എത്തുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.